ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് LDC 2014 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് LDC 2014 ഇടുക്കി ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. LDC 2014 ഇടുക്കി ജില്ല. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്ര? 5 ലിറ്റർ. 5 ലിറ്ററാണ് ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്. ഒരാളുടെ ശരീരത്തിൻ്റെ 7.8% രക്തമാണ്. ഒരാളുടെ ശരീരത്തിൻ്റെ 7.8% രക്തമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അതിന് വൈക്കോലിൻ്റെ നിറമാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. അതിൻ്റെ നിറം വൈക്കോൽ നിറമാണ്. രക്തത്തിൽ 55% പ്ലാസ്മയാണ്. രക്തത്തിൽ 80% ജലമുണ്ട്. രക്തത്തിൽ 80% ജലമാണ്. 3 മുതൽ 6 മിനിറ്റ് വരെ സമയമെടുക്കും രക്തം കട്ടപിടിക്കാൻ. 3 മുതൽ 6 വരെ മിനിറ്റ് സമയമെടുക്കും രക്തം കട്ടപിടിക്കാൻ. കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പാദനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. കാർഷിക മേഖലയിലെ നീല വിപ്ലവം മീൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. ഇക്തിയോളജിയാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇക്തിയോളജി എന്നാൽ മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. മുട്ട ഉൽപ്പാദനം രജത വിപ്ലവം അഥവാ സിൽവർ റവല്യൂഷൻ എന്നതിൽ അറിയപ്പെടുന്നു. രജത വിപ്ലവം അഥവാ സിൽവർ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന മുട്ട ഉൽപ്പാദനമാണ്. ബ്രൗൺ വിപ്ലവം രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപ്പാദനമാണ് ബ്രൗൺ വിപ്ലവം. ബ്രൗൺ റവല്യൂഷൻ രാസവളങ്ങളുടെയും തുകലിൻ്റെയും ഉൽപ്പാദനമാണ്. ധവള വിപ്ലവം എന്നാൽ പാൽ ഉൽപ്പാദനമാണ്. സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപ്പാദനം. പഴം പച്ചക്കറി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് സുവർണ വിപ്ലവം. മഴവിൽ വിപ്ലവം എന്നാൽ കാർഷിക മേഖലയിലെ മൊത്ത ഉൽപ്പാദന വർധനവാണ്. കാർഷിക മേഖലയിലെ മൊത്ത ഉൽപ്പാദന വർധനവിനെയാണ് മഴവിൽ വിപ്ലവം എന്നറിയപ്പെടുന്നത്. റെയിൻബോ റവല്യൂഷൻ. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമേത്? യുറേനിയം 235. യുറേനിയം 235 ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. അതിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ അണുപരീക്ഷണത്തിൻ്റെ രഹസ്യനാമം. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാരാമണ്ണയാണ്. ഡോക്ടർ രാജാരാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ന്യൂക്ലിയർ ഫിഷനാണ് അണുബോംബിൻ്റെ പ്രവർത്തന തത്വം. ന്യൂക്ലിയർ ഫിഷനാണ് അണുബോംബിൻ്റെ പ്രവർത്തന തത്വം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235. യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. 11.2 km/s ഭൂമിയിൽ നിന്നൊരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. ചന്ദ്രനിലെ പാലായന പ്രവേഗം 2.38 km/s ആണ്. ചന്ദ്രനിലെ പാലായന പ്രവേഗം 2.38 km/s ആണ്. ഏറ്റവും കൂടിയ പാലായന പ്രവേഗം സൂര്യനാണ്. 617.5 km/s. ഏറ്റവും കൂടിയ പാലായന പ്രവേഗം സൂര്യനാണ്. അത് 617.5 km/s ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്.
മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള 10ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള 10ാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 23.81% വനമാണ്. രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 23.81% വനമാണ്. വനപ്രദേശം കൂടുതലുള്ളതിൽ 2ാം സ്ഥാനം അരുണാചൽ പ്രദേശിനാണ്. വനപ്രദേശം കൂടുതലുള്ളതിൽ 2ാം സ്ഥാനം അരുണാചൽ പ്രദേശിനാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാമിലാണ്. മിസോറാമിലാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് മധ്യപ്രദേശിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാമിലാണ്. വനഭൂമി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയാണ് വനഭൂമി ഏറ്റവും കുറവുള്ള സംസ്ഥാനം. മാർച്ച് 21 ലോക വനദിനം. ലോക വനദിനം മാർച്ച് 21. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 205 കിലോമീറ്റർ സ്ക്വയറാണ് വിസ്തീർണം. വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണം 205 കിലോമീറ്റർ സ്ക്വയറാണ്. കായലുകളുടെ നാട് ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായലുകളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ജലഗതാഗതത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ജലഗതാഗതത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കുമരകമാണ്. കോട്ടയം ജില്ലയിലെ കുമരകം. പാതിരാമണൽ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ തുരുത്ത്, രാമൻ തുരുത്ത് എന്നിവ വേമ്പനാട്ട് കായലിലാണ്. പാതിരാമണൽ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ തുരുത്ത്, രാമൻ തുരുത്ത് എന്നിവ വേമ്പനാട്ട് കായലിലാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലാണ് വലുപ്പത്തിൽ 2ാം സ്ഥാനം. മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായലാണ്. മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയിൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-17. NH-17 കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. വേറൊരു ജില്ലയിൽ ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയായിരുന്നു. NH-17 ഇപ്പോഴത്തെ പേര് NH-66 എന്നാണ്. NH-66. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം മഹോദയപുരമായിരുന്നു. 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം മഹോദയപുരമായിരുന്നു. തിരുവാഞ്ചിക്കുളം. മഹോദയപുരമായിരുന്നു 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ സുവർണയുഗം എന്നറിയപ്പെട്ട കാലഘട്ടം കുലശേഖര സാമ്രാജ്യ കാലഘട്ടമായിരുന്നു. 2ാം ചേര സാമ്രാജ്യ സ്ഥാപകനാണ് കുലശേഖരവർമ്മ. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന കുലശേഖര രാജാവ് കുലശേഖര ആഴ്വാറായിരുന്നു. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന കുലശേഖര രാജാവ് കുലശേഖര ആഴ്വാറായിരുന്നു. സ്ഫടികമണലിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയാണ്? ആലപ്പുഴ ചേർത്തല മേഖല. ആലപ്പുഴ ചേർത്തല മേഖലകളിലാണ് സ്ഫടികമണലിൻ്റെ സമ്പന്ന നിക്ഷേപങ്ങളുള്ളത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് നിലമ്പൂർ മേഖലയിലെ മേപ്പാടിയിലാണ്. വയനാട്ടിലെ മേപ്പാടിയിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. ഇൽമനൈറ്റ്, മോണസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങൾ ചവറ നീണ്ടകര പ്രദേശമാണ്. കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര പ്രദേശമാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരമ്പുഴയാണ്. ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി.
ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി.